നമസ്കാരം. ഇന്ന് തത്വമയി ന്യൂസിനോടൊപ്പം ഉള്ളത് ബി.ജെ.പിയുടെ കർഷക മോർച്ച സംസ്ഥാന പ്രസിഡന്റ് ശ്രീ അഡ്വക്കേറ്റ് ജയസൂര്യനാണ്. സ്വാഗതം സർ. നമ്മുടെ ആരോഗ്യ മേഖല കേരളം നമ്പർ 1 ആണ് എന്ന് കുറേയധികം കാലം കൊണ്ട് പാടി പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ഈ ആരോഗ്യ മേഖല കഴിഞ്ഞ കുറേയധികം കാലം കൊണ്ട് വലിയ അണ്ടർ റേറ്റഡ് പെർഫോമൻസിലാണ്. അതായത് നിരന്തരമായിട്ടുള്ള പലയധികം പ്രശ്നങ്ങൾ. പന്മനയുള്ള വേണു ചേട്ടൻ ആൻജിയോഗ്രാം ചികിത്സയ്ക്ക് വിധേയനാകാൻ വന്നു, ചികിത്സ കിട്ടാതെ മരണപ്പെട്ടു. അതോടൊപ്പം തന്നെ ഉഷ ജോസഫിന് വലിയ രീതിയിലുള്ള ചികിത്സാ പിഴവ് കാരണം അവരുടെ കത്രിക വയറ്റിൽ കുടുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ. സനൂപ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന്റെ 2 കൃഷ്ണമണികളും നീക്കം ചെയ്യേണ്ട ഒരവസ്ഥയുണ്ട്. കേരളത്തിന്റെ ആരോഗ്യരംഗം ഈ അവസ്ഥയിലാവുന്നതിന് പിന്നിൽ ഒരു വലിയ ഗൂഢാലോചനയുണ്ട്, വലിയ ഒരു ഡീലുണ്ട്. അതായത് നമുക്കറിയാം, കേരളത്തിന്റെ മുഖ്യമന്ത്രി, കേരളത്തിന്റെ മന്ത്രിസഭ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന, അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, കേരളം ആരോഗ്യരംഗത്ത് നമ്പർ 1 ആണ്. അതിന് നിരവധി തെളിവുകളും ഉദാഹരണങ്ങളും വസ്തുതകളും സ്ഥിതിവിവര കണക്കുകളും സർട്ടിഫിക്കറ്റുകളും എല്ലാം ഹാജരാക്കി മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും ഇടതുപക്ഷ മുന്നണിയും കേരളം ആരോഗ്യരംഗത്ത് 1-ാം നമ്പർ എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതേ സമയത്ത് രഹസ്യമായി കേരളം ഭരിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തിന്റെ ആരോഗ്യരംഗത്തെ ആയിരക്കണക്കിന് കോടി രൂപയ്ക്ക് വിറ്റു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഇത് വളരെ ഞെട്ടിക്കുന്ന ഒരു സത്യമാണ്. അമേരിക്ക ആസ്ഥാനമായിട്ടുള്ള KKR ഗ്രൂപ്പ്, ബ്ലാക്ക് സ്റ്റോൺ എന്ന് പറയുന്ന മറ്റൊരു ഗ്രൂപ്പ്, ഇവർ രണ്ടുപേരും കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അമൃതാനന്ദമയിയുടെ മെഡിക്കൽ കോളേജ് ഒഴികെ മേഖലകളിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കിംസ് എന്ന് പറയുന്ന വളരെ വിപുലമായി കേരളം മുഴുവൻ സാന്നിധ്യമുള്ള വലിയൊരു മെഡിക്കൽ ഗ്രൂപ്പ്, ആ കിംസിനെ അപ്പാടെ വിദേശ കുത്തകകൾ വാങ്ങിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, അതൊരു ആശുപത്രി നെറ്റ്വർക്കായി ശൃംഖലയായി കേരളം മുഴുവൻ പടരുമ്പോൾ അവരെയും വാങ്ങിച്ചു കഴിഞ്ഞിരിക്കുന്നു. മൈത്ര എന്ന് പറയുന്ന മറ്റൊരു ഗ്രൂപ്പുണ്ട്, അവരെയും വാങ്ങിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആയിരക്കണക്കിന് കോടി രൂപയുടെ വമ്പൻ ഡീലാണ് ഇതിന്റെ പിന്നിൽ നടന്നിരിക്കുന്നത്. അപ്പോൾ കേരള രംഗത്തെ ഇത്രമാത്രം വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ആയി ബഹുരാഷ്ട്ര കുത്തക കമ്പനികൾ കാണുന്നതിന്റെ കാരണം എന്താണ്? ഇത് കേരളത്തിൽ ചർച്ചാ വിഷയമാക്കേണ്ട കാര്യം തന്നെയാണ്. നമുക്കറിയാം, മുഖ്യമന്ത്രി മാർക്സിസ്റ്റ് പാർട്ടിക്കാരനാണ്, കമ്മ്യൂണിസ്റ്റ് ആണ്. അപ്പോളോ ചെന്നൈ എന്ന് പറയുന്ന സ്വകാര്യ ആശുപത്രിയിൽ പോകും, അതല്ലെങ്കിൽ അമേരിക്കയിലെ മയോ ക്ലിനിക്കിൽ പോകും. ചെന്നൈയിലെ അപ്പോളോ ആണെങ്കിലും അമേരിക്കയിലെ മയോ ക്ലിനിക് ആണെങ്കിലും 2 ആശുപത്രികൾ തന്നെയാണ്. ചികിത്സയ്ക്കാണ് പോകുന്നതെങ്കിൽ എന്താണ് രോഗമെന്ന് വെളിപ്പെടുത്താൻ തയ്യാറാകണം. ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയോ മറ്റു മന്ത്രിമാരോ മറ്റു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിമാരോ ഏത് ചികിത്സ നടത്തിയാലും എന്തിനാണ് ചികിത്സിക്കുന്നത്, എന്തും ഈ കാര്യങ്ങൾ പുറത്തുണ്ട്. പക്ഷെ കേരള മുഖ്യമന്ത്രി മാത്രം എന്താണ് അസുഖമെന്ന് പറയുന്നില്ല, ചികിത്സിക്കുന്നതിന്റെ വിശദാംശങ്ങൾ പുറത്തുവിടുന്നില്ല. ആരെങ്കിലും ചോദിച്ചാൽ പറയും അതൊക്കെ പേഴ്സണലായ കാര്യമാണ്, പുറത്തു പറയാൻ പറ്റില്ല. ഇനി പുറത്തു പറയാൻ പറ്റാത്ത വല്ല രോഗവുമാണോ അതിനെന്നുള്ളത് നമുക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ പോട്ടെ എന്ന് വെക്കാം. പക്ഷെ ലക്ഷണം കണ്ടിട്ട് അങ്ങനെയൊന്നും അല്ല. അദ്ദേഹം ഓടി നടക്കുന്നുണ്ട്, നല്ല ആരോഗ്യവാനാണ്. അദ്ദേഹത്തെ ഹെലികോപ്റ്റർ ഉപയോഗിച്ച് യാത്ര ചെയ്യാറില്ല എന്ന് പറഞ്ഞാൽ പൂർണ്ണ ആരോഗ്യവാനാണ്. അങ്ങനെയുള്ള ഒരു മുഖ്യമന്ത്രി കേരളത്തിന്റെ നമ്പർ 1 എന്ന് പറയുന്ന ആരോഗ്യ മേഖലയെ എന്തിനാണ് ബഹുരാഷ്ട്ര കുത്തകകൾക്ക് വിറ്റത് എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഇപ്പോൾ നമുക്കറിയാം, കേരളത്തിന്റെ മെഡിക്കൽ കോളേജുകൾ ആകെ തകർന്നു വീഴുന്ന അവസ്ഥയിലാണ്. അവിടുത്തെ ഡോക്ടർമാർ, ആവശ്യത്തിന് ഡോക്ടർമാരില്ല, ആവശ്യത്തിന് നേഴ്സുമാരില്ല, ടെക്നീഷ്യന്മാരില്ല. ഇതൊക്കെ ഉണ്ടെങ്കിലും മരുന്ന് കമ്പനികളോട് നമ്മൾ ചെയ്യാണ്, കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾക്ക് നിങ്ങൾ എന്തുകൊണ്ട് സപ്ലൈ നിർത്തിവെച്ചിരിക്കുന്നു? അപ്പൊ അവർ പറയും 100 കണക്കിന് കോടി രൂപ കുടിശ്ശികയാണ്, ഞങ്ങൾക്ക് കൊടുത്ത മരുന്നില്ല, പിന്നെ എങ്ങനെയാണ് ഞങ്ങൾ കൊടുക്കുക? ഇതാണ് അവസ്ഥ. അപ്പോൾ ഒരു വശത്ത് പറയുന്നു കേരളം നമ്പർ 1 ആണെന്ന്, കേരളത്തിന്റെ മന്ത്രിസഭയുടെ വാർഷിക ആഘോഷങ്ങൾക്ക് വേണ്ടി 100 കഴിക്കുന്നു, അയ്യപ്പന്റെ പേരിൽ ചെലവ് നടത്തുന്നു, എല്ലാ കാര്യത്തിനും പണമുണ്ട്. പക്ഷെ ആശുപത്രിയുടെ നവീകരണത്തിനും ആശുപത്രിയുടെ പ്രവർത്തനത്തിനും ആശുപത്രിയിലുള്ളവർക്ക് ശമ്പളം കൊടുക്കാനും പണമില്ല. ഇതിനിടയ്ക്കാണ് കേന്ദ്ര ഗവൺമെന്റ് ഒരു പുതിയ നിർദ്ദേശം വെച്ചല്ലോ. അതായത് ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ ആശുപത്രികൾക്ക് ആ പേരിടണം. കേരളം പറഞ്ഞു ഞങ്ങൾ ആ പേരിടില്ല, ഞങ്ങൾ ഇതിനെതിരാണ്. അതിൽ മന്ദിർ എന്ന് പറയുന്ന വാക്ക് ഹിന്ദു വർഗീയത ആയതുകൊണ്ട് ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ ഞങ്ങൾക്ക് വേണ്ട, അതിന്റെ പേരിൽ കിട്ടുന്ന പണവും വേണ്ട. 2.5 വർഷക്കാലം
കേരള ഗവൺമെന്റ് ആയുഷ്മാൻ ആരോഗ്യ മന്ദിറിന്റെ കാര്യത്തിൽ വാശി പിടിച്ചു നിന്നു. 5000-ലേറെ കോടി രൂപ സംസ്ഥാന സർക്കാരിന് നഷ്ടം വന്നിട്ട് പോലും. അപ്പോൾ 5000-ലേറെ കോടി രൂപ നഷ്ടം സഹിക്കാൻ മാത്രമുള്ള കഴിവ് അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെന്റിന് ഉണ്ട് എന്നാണ് അത് തെളിയിക്കുന്നത്. എന്നാൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ ഈ സർക്കാർ വിറ്റുകൊണ്ടിരിക്കുന്നത്? അതായത് മെഡിക്കൽ കോളേജുകളിൽ 1280 സർക്കാർ ആശുപത്രികളിൽ 14 സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ ഒന്നും യാതൊരു സൗകര്യവുമില്ലാതെ കേരളത്തിന്റെ 55% വരുന്ന ജനസംഖ്യയെ സ്വകാര്യ മേഖലയുടെ സ്വകാര്യ ഹോസ്പിറ്റലുകളിലേക്ക് തള്ളിവിടുന്നത് എന്തിനാണ്? മറ്റൊരു കാര്യം, 70 വയസ്സിന് മുകളിലുള്ളവർ, അവർക്കുള്ള സൗജന്യ ചികിത്സ ഇൻഷുറൻസ് കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചു. അത് നടപ്പിൽ വരുത്താത്ത ഒരേ ഒരു സംസ്ഥാനം കേരളം മാത്രമാണ്. അതുപോലെ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന ഇൻഷുറൻസുകൾ, ഈ ഇൻഷുറൻസ് ഒക്കെ താളം തെറ്റിയിരിക്കുന്നു. കേരളത്തിന്റെ ആരോഗ്യ രംഗത്തെ സ്വകാര്യ ബഹുരാഷ്ട്ര കുത്തകകൾക്ക് അടിയറ വെച്ചിരിക്കുന്നത്, രഹസ്യമായി വിറ്റിരിക്കുന്നത് ആയിരക്കണക്കിന് കോടി രൂപ CPM-ന് സമ്പാദിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അന്താരാഷ്ട്ര രഹസ്യ ഡീലാണ്. ഇത് പുറത്തു വരേണ്ടതാണ്. ആരോഗ്യ കേരളം, കേരളത്തിന്റെ ഭാവി, ഇതൊക്കെ ചർച്ചാ വിഷയമാക്കേണ്ട ഒരു സമയത്താണ് തീർച്ചയായിട്ടും നമ്മൾ ഈ വിഷയം ചർച്ചക്കെടുത്തിരിക്കുന്നത്. നമുക്ക് മുന്നോട്ട് എന്താണ് ചെയ്യാൻ പറ്റില്ല? ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടി സംസ്ഥാന സർക്കാർ പോകുമ്പോൾ ഇവിടുത്തെ സാധാരണക്കാരന്റെ അവസ്ഥ എന്തായിത്തീരും? സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ചികിത്സാ ചെലവുകൾ ഭീകരമാണ്. ഒരുവിധം കൊള്ളാവുന്ന ആശുപത്രിയിലാണ്. അവിടെയുള്ള സകല സ്കാനിങ് മെഷീൻ അകത്തൂടെയും കയറ്റി ഇറക്കി അവിടുത്തെ ലാബിലെ സകല ടെസ്റ്റും നടത്തി പുറത്തു വരുമ്പോഴത്തേക്കും അത് 10,000-ങ്ങളാകും. ഇൻഷുറൻസ് ഉണ്ട് എന്നിരിക്കട്ടെ, ഇൻഷുറൻസിന്റെ തുക കിട്ടുമോ ഇല്ലയോ പിന്നീടുള്ള കാര്യമാണ്. അപ്പോൾ സ്വകാര്യ മേഖലയിലേക്ക് മനുഷ്യനെ, രോഗിയെ നിർബന്ധിച്ച് പറഞ്ഞു വിടുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ട്. ആശുപത്രി സർവ്വസജ്ജമാണെന്ന് പറയുന്നു. ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ ചെന്നാൽ എക്സ്റേ മുതൽ സ്കാനിങ് മുതൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നത് മുതൽ എന്തിന് ഒരു സർജറി വേണ്ടി വന്നാൽ അത് കെട്ടാനുള്ള നൂലും സൂചിയും പഞ്ഞിയും വരെ പുറത്തുനിന്ന് മേടിക്കുക. അപ്പോൾ ജനങ്ങൾ ഇന്ന് വഴിമുട്ടി നിൽക്കുകയാണ്. അവർക്ക് സർക്കാർ ആശുപത്രിയിൽ പോയാലും പൈസ മുടക്കാണ്, സ്വകാര്യ ആശുപത്രിയിൽ പോയാലും പണം മുടക്കലാണ്. അപ്പോൾ ഈ പൊതുജനം ശരിക്കും പറഞ്ഞാൽ രോഗികൾ പേരാണ്. അവർക്ക് മറ്റൊരു മാർഗം കാണിച്ചു കൊടുക്കാൻ കഴിയുന്നില്ല. ഇങ്ങനെ സ്വന്തം തെറ്റുകൾ പോലും അഡ്മിറ്റ് ചെയ്യുക, ആദ്യത്തെ ഒരു തെറ്റിന്റെ ഒരു തിരുത്തുന്നതിന്റെ ഒരു പ്രാഥമിക ഘട്ടം എന്ന് പറയുന്ന ആ തെറ്റിനെ അംഗീകരിക്കുകയാണ്. അതിൽ നിന്ന് പിന്നീട് അതിനെ തിരുത്താൻ പറ്റുള്ളൂ. ഈ പൊതു ജനസമൂഹത്തോട് എവരെന്തുകൊണ്ട് അവരെ പറ്റിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നത്? കേരളത്തിന്റെ പൊതുജനങ്ങളുടെ മൈൻഡ് സെറ്റ് അതാണ്. അതായത് ഞങ്ങള് ഇനി ഈ ഇടതുപക്ഷ ഭരണത്തിന്റെ കീഴിൽ മരിച്ചു വീണാൽ പോലും ഞങ്ങൾ ഇടതുപക്ഷത്തിനെതിരെ നിൽക്കില്ല, വീണ്ടും ഞങ്ങൾ ഇടതുപക്ഷത്തിന് അധികാരത്തിലേറ്റും എന്നുള്ള ഒരു മാനസിക അടിമത്തമുള്ളത് എന്ന് ഇവർക്ക് ഭംഗിയായിട്ട് അറിയാം. അതുകൊണ്ട് ഈ കുഞ്ഞിന് ഈ കഞ്ഞി മതി, ഈ മലയാളിക്ക് ഇതൊക്കെ മതി. എത്രമാത്രം ദ്രോഹിച്ച് എതിർത്താലും മരണത്തിന് തന്നെ വിട്ടുകൊടുത്താൽ പോലും അവര് വീണ്ടും ഞങ്ങളെ തന്നെ അധികാരത്തിൽ ഏറ്റിക്കൊള്ളുമെന്നുള്ള ഒരു ധിക്കാരം, അഹങ്കാരം, അമിതമായ ആത്മം, അതാണ് ഈ തരത്തിൽ അവരെ പെരുമാറാൻ ധൈര്യപ്പെടുത്തുന്നത്. ഇത് ഈ ഒരു തെരഞ്ഞെടുപ്പോടുമെങ്കിലും ഇതിനൊരു അന്ത്യമുണ്ടാകും എന്ന് വിശ്വസിക്കുന്നുണ്ടോ സാർ? അങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാം അല്ലെ? തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാം. ഈ തെരഞ്ഞെടുപ്പ് ആരോഗ്യ മേഖലയിലെ ഇവരുടെ അഹങ്കാരത്തിനുള്ള തിരിച്ചടി കൂടിയായിരിക്കും.